ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ്റെ വിശേഷങ്ങളാണ്. ഇനി അങ്ങോട്ട് എമ്പുരാൻ റിലീസ് ചെയ്യുന്നത് വരെ എമ്പുരാൻ്റെ വിശേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്യാരക്ടർ റിവ്യൂലൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 36 ക്യാരക്ടർ 18 ദിവസം കൊണ്ട് റിവീൽ ചെയ്യാണ്. ഓൾറെഡി 2 ക്യാരക്ടേഴ്സ് റിലീസായി. രണ്ടാമത് ശിവദ, നമ്മുടെ ഗോവർദ്ധൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച, അപ്പം അവരും ഈ സിനിമയിൽ എമ്പുരാനിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു. സോ നമ്മളൊരു ആകാംക്ഷ എന്താ വെച്ചാൽ, ഈ 36 ക്യാരക്ടർ എന്ന് പറയുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും, നമ്മൾ സർപ്രൈസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വലിയ വലിയ പേരുകളൊക്കെ അതിലുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷ. സോ അതിങ്ങനെ നടക്കുന്നതിൻ്റെ 18 ദിവസം കൊണ്ടാണ് 36 ക്യാരക്ടേഴ്സ് റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ അതിനിടയ്ക്കാണ് പെട്ടെന്ന് എവിടെന്നോ എങ്ങനെയെന്നോ വന്നിട്ട് ഒരു പുതിയ റൂമർ. നമ്മൾ ഡോൺലി എന്ന ആക്ടറെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അപ്പം അതിനൊക്കെ ഒരു റീസണൊക്കെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതും ആ ഒരു വ്യാളിയുടെ ഡ്രസ്സ് ധരിച്ച് തിരിഞ്ഞ് നിൽക്കുന്ന ആളിൽ നിന്നാണ്. ഓക്കെ, അതെന്തായാലും ഡോൺലി അല്ല എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ അതിൻ്റെ ശരീരപ്രകൃതം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത് ഒരുപാട് അന്വേഷണം നടന്നതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ ഈ സീനിലേ ഇല്ലാത്ത ഒരാളെ പേര് ഇതിനോട് ചേർത്ത് കേൾക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിക് യൂൺ. നിങ്ങൾ ഈ പേര് കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിക്കുക, അത് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അതായത് കുറച്ച് ഒരു അമേരിക്കൻ ആക്ടറാണ്, ബട്ട് കൊറിയൻ ബോൺ ആയിട്ടുള്ള അമേരിക്കൻ ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര ഫൈറ്റർ ചെയ്യുന്ന ആളാണ് സിനിമയിൽ. നമ്മുടെ ജെയിംസ് ബോണ്ട് സീരീസിലും ഈവൻ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ മുന്നേ ഉള്ള ഫ്രാഞ്ചൈസിലൊക്കെ വർക്ക് ചെയ്ത ഗംഭീര ആക്ടറാണ്. അതായത് നമ്മൾ ആക്ഷൻ ഒരു രക്ഷയില്ലാതെ കൈകാര്യം ചെയ്യുന്ന ആക്ടറാണ്. നിങ്ങൾക്ക് കണ്ട ഫോട്ടോ കണ്ടോ മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ആക്ടറാണ് ആക്ച്വലി. അത് കൊറിയൻ ബോൺ ആയിട്ടുള്ള അമേരിക്കൻ ആക്ടറാണ്. സോ നമ്മൾ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ, അതായത് എനിക്ക് തോന്നുന്നു കാരണം മുന്നേ പൃഥ്വിരാജിൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ, ഈ നമ്മൾ വേറെ ആക്ടേഴ്സിനും വേറെ ലാംഗ്വേജിലുള്ള ഹോളിവുഡ് ആണെങ്കിലും കൊറിയൻ ആക്ടേഴ്സും ചൈനീസ് ആക്ടേഴ്സും അവരെയൊക്കെ സമീപിക്കുമ്പം ഇവരൊക്കെ ഏജൻസികളുണ്ടാവും. അവരൊക്കെ ഒരു ഏജൻസി ത്രൂ ആണ് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനും അവരെ നമുക്കൊരു സിനിമയിലേക്ക് ക്ഷണിക്കണമെങ്കിൽ അതിനൊക്കെ പറ്റാതെ പൃഥ്വിരാജ് ഇന്റർവ്യൂവിൽ മുന്നേ അത് പറഞ്ഞതാണ്. സോ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസി അങ്ങനെ ഒരു സംഭവം റിവീൽ ചെയ്തു പെട്ടെന്ന്. അതന്നെ പിന്നെ അതെടുത്ത് അവർ ഈ പിൻവലിച്ചു ആ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ സഡനായിട്ട് റിക് യൂൺ ആണോ എമ്പുരാനിലെ തിരിഞ്ഞു നിൽക്കുന്ന ആള്, അല്ലെങ്കിൽ എമ്പുരാനിലെ ഒരു പാർട്ടാണ് റിക് യൂൺ എന്ന ആക്ടർ എന്നൊക്കെ ഉള്ളൊരു റൂമറാണത്. അപ്പം ഇതെനിക്ക് കുറച്ചും കൂടി വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നു. കാരണം ഡോൺലിനെ നമുക്ക് അറിയില്ല. ഡോൺലി ഒരു ബോണസ് കിട്ടിയാൽ കിട്ടിയെന്നുള്ള ഇതിലേ ഉള്ളൂ. കാരണം മേ ബി സമീപിച്ചിട്ടുണ്ടായിരിക്കാം, നടന്നിട്ടുണ്ടാവില്ല. പക്ഷെ റിക് യൂൺ എന്നുള്ളൊരാള് എന്തായാലും ഇതിൽ വരാനുള്ള ഒരു ചാൻസ് മേ ബി കാണുന്നത്. കാരണം എർത്ത് ഷാറ്ററിങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ, എർത്ത് ഷാറ്ററിങ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന ആള് ഡോൺലിയാണ്. അദ്ദേഹത്തിന്റെ സിനിമ കണ്ടിട്ട് അതിനെ കിക്ക് കാണുമ്പോൾ മനസ്സിലാവും, കൈ കൊണ്ടുള്ള. സോ മേ ബി റിക് യൂൺ എന്ന് പറഞ്ഞ ആള് ഇതിലുണ്ടാവാനുള്ള ചാൻസ്. അതിന്റെ കൂടെ തന്നെ നിങ്ങളിപ്പം ആ പോസ്റ്റർ ഞാൻ അവിടെ കാണിക്കുക, ഇനി ഒന്ന് തിരിഞ്ഞു നിൽക്കുന്ന ആളെ പോസ്റ്ററും ഈ റിക് യൂണിന്റെ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ, ചെവിയുടെ ഷേപ്പും അദ്ദേഹത്തിന്റെ ഒരു ബോഡി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് നോക്കുമ്പോൾ ഈ ക്യാരക്ടർ തിരിഞ്ഞു നിൽക്കുന്ന അദ്ദേഹമാവാനുള്ള ചാൻസ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വാർത്ത വന്നേരം ആദ്യം ചെയ്തതാണ്. ഇപ്പം നിങ്ങൾക്കും ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ ഏകദേശം ഇദ്ദേഹമായിട്ട് തോന്നുന്നുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നുന്നു. മാത്രമല്ല ഇതിൽ നമുക്ക് ക്ലിയർ ആകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം കബൂക്ക എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ഉണ്ട് നമുക്കറിയാം. നമ്മൾ ആ ടീസറിൽ പോലും ആകെ നമ്മൾ കേട്ട ഒരു പേര് അതാണ്. അതായത് എബ്രാം ഖുറേഷിയും കബൂക്ക. സോ കബൂക്ക എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ സിനിമയിലുണ്ട്. അത് ആരാണ് ചെയ്യുന്നത് എന്നുള്ളതിന് നമ്മളൊരു ചോദ്യചിഹ്നമാണ്. അതൊരു വേൾഡ് ഫേമസ് ആയ ആക്ടർ ആയിരിക്കുമാണ് എൻ്റെ പ്രതീക്ഷ. ഇനി ആ കബൂക്ക എന്ന് പറഞ്ഞ ആളാണോ ഈ തിരിഞ്ഞു നിൽക്കുന്ന വാളിയുടെ പോസ്റ്ററിലുള്ള ആള് നമുക്കറിയില്ല. സോ എത്ര ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് അറിയില്ല, എത്ര വില്ലന്മാരുണ്ടെന്ന് അറിയില്ല, ഒന്നും അറിയില്ല നമുക്ക്. സോ ഒന്നിൽ കൂടുതൽ ആക്ടേഴ്സ് മേ ബി ഈ സിനിമയിൽ ഉണ്ടാവാം. ഇന്റർനാഷണൽ ആക്ടേഴ്സ് ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം. ഇന്ത്യൻ ആക്ടേഴ്സ് പലരും ഉണ്ടാവാം. സോ നമുക്ക് അതിൽ ഒരു ഊഹാഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ റിക് യൂൺ എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഇതിലുണ്ട് എന്നുള്ള റൂമർ കുറച്ചും കൂടി ശരിയായിരിക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. മേ ബി ആ ഒരു ക്യാരക്ടർ, കാരണം ഇന്റർനാഷണലി. സോ ഒരിക്കലും ഒരു എന്താ പറയാ, ഒരു കബൂക്കായിട്ട് നമ്മൾ മലയാളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്ന് ഒരാളെ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം പൃഥ്വിരാജ് പിന്നെ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. തിരിഞ്ഞു നിൽക്കുന്ന ഡ്രാഗന്റെ ഇതുള്ള ആള് ഫഹദ് ഫാസിലാണോ എന്ന് പലരും പറഞ്ഞപ്പോൾ എനിക്ക് 100% ഫഹദ് ഫാസിലാണ്. ഒരിക്കലും ഫഹദ് ഫാസിലിന്റെ ആക്ടറിനെ ഒരു കൊറിയൻ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് അങ്ങനെ ഒരിക്കലും പൃഥ്വിരാജ് ചെയ്യില്ല. സോ
അതിന് അദ്ദേഹം ഇപ്പം നമ്മൾ ഈ ടീച്ചറിലെ വലിപ്പവും സിനിമയുടെ വലിപ്പവും ബജറ്റിന്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അതത് ലാംഗ്വേജിലുള്ള ആൾക്കാരെ മാത്രം ആ ക്യാരക്ടറിലേക്ക് ക്ഷണിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പം ഇദ്ദേഹം അമേരിക്കൻ ആക്ടറാണ്, ബട്ട് കൊറിയൻ ബോണ ആക്ടർ. സോ കൊറിയൻ ലുക്കുള്ള ഒരു ആക്ടർ മാത്രമേ ആ ഒരു ക്യാരക്ടറിലേക്ക് എന്തായാലും അദ്ദേഹം ക്ഷണിക്കാനും അഭിനയിപ്പിച്ചിരിക്കാനും ചാൻസ് ഉള്ളൂ. അപ്പോൾ എനിക്ക് റിക്യൂൺ എന്ന് പറഞ്ഞ റിക്യൂൺ എന്ന് വെച്ച് കേൾക്കുന്ന ഈ റൂമേഴ്സ് 99% സത്യമാണോ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ റീസൺ ഒക്കെയാണ്. കാരണം റിക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ഭയങ്കര വലിയ എർത്ത് ഷാറ്ററിംഗ് ആയ ഒരു ആക്ടർ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ആക്ടർ അല്ല. സോ അപ്പം എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഒരു സത്യസന്ധമായ ന്യൂസ് ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾക്ക് എന്തായാലും 18 ദിവസത്തിനുള്ളിൽ ഇത് മുഴുവനായിട്ട് നമ്മൾ അറിയും. സോ നമുക്ക് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നതാണ്. അടുത്ത വീഡിയോ കൊണ്ട് കാണാം. ബൈ.